മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ജീവിതത്തിൽ നമുക്ക് പകർത്താൻ ശ്രമിക്കേണ്ടതായിട്ടുള്ള ഒരു ചെറിയ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. വളരെ ചെറിയ കാര്യമാണ്, നിസ്സാരമായിട്ടുള്ള കാര്യമാണ്. ഈ യാത്രയ്ക്ക് പുറപ്പെടുന്ന വേളയിൽ വളരെ വിരളമായിട്ടാണെങ്കിലും ചില വ്യക്തികൾ ഉള്ളിൻ്റെ അകത്തളങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് സംസാരിക്കാറുണ്ട്. ദേശവിദേശങ്ങളിലെ സംഘടനകൾ, അതിലെ ഭാരവാഹികൾ, അതിലെ പ്രവർത്തകർ, അവരെല്ലാം വന്ന് ഒരു 5-10 മിനിറ്റ് ഉള്ളു തുറന്ന് സംസാരിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കും, പ്രവർത്തന രീതിയെക്കുറിച്ച് ചോദിക്കാറുണ്ട്. ഞാനും ചോദിക്കും, എൻ്റെ കൂട്ടത്തിലുള്ളവരും ചോദിക്കും. അതുകൊണ്ടാണ് ഞാൻ നമ്മൾ എന്ന വാക്ക് ഉപയോഗിച്ചത്, ഞാൻ എന്ന വാക്ക് ഉപയോഗിക്കാതെ. ഇപ്പം ചിലരൊക്കെ പറയാറുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം സാറിനെ കൊണ്ടുവന്നപ്പോഴത്തേക്കും ഇന്ന വ്യക്തികളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ ഇപ്പോൾ അവർ കൂട്ടത്തിലില്ലേ? ഇല്ല, അപ്പോൾ അതിൽ ഇന്ന വ്യക്തി വിട്ടുപോയി. അതെന്താ വിട്ടുപോയത്? അറിഞ്ഞുകൂടാ സാറേ, അയാൾക്ക് എന്തോ ഒരു കാര്യം ഇഷ്ടപ്പെട്ടില്ല. ശരി, മറ്റേയാളോ? മറ്റേയാൾ ഇപ്പം അങ്ങനെ വരാറില്ല. ഇപ്പൊ കൂട്ടത്തിൽ ആരാളെ? പഴയ ആൾക്കാർ കുറച്ച് പേരുണ്ട്, പുതിയ ആൾക്കാർ കുറച്ച് പേരുണ്ട്. ഇങ്ങനെ ഒരു കോമൺ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നമുക്ക് കേൾക്കാൻ സാധിക്കും, അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ കാണാൻ സാധിക്കും. ഞാനിങ്ങനെ ധാരാളം സ്ഥലത്ത് കേട്ടിട്ടുണ്ട്. വിരലിൽ എണ്ണാവുന്ന സംഭവങ്ങളേ ഉള്ളൂ എങ്കിലും പല ക്ഷേത്രങ്ങളിൽ പ്രഭാഷണത്തിന് പോകുമ്പോഴും കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇന്ന വ്യക്തി ഉണ്ടായിരുന്നല്ലോ, അയാൾ എന്താ ഇല്ലാത്തത്? അറിഞ്ഞുകൂടാ സാറേ, അയാൾക്ക് എന്തോ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ട് അയാൾ പോയി. ഇങ്ങനെയുള്ള ദേഷ്യം വന്നിട്ട് പോയി, നമ്മളോട് യോജിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പോയി. അങ്ങനെയെല്ലാം പറയുമ്പോൾ എനിക്ക് തോന്നാറുള്ള ഒരു കാര്യം, നമുക്കെല്ലാവർക്കും ദേഷ്യപ്പെടാൻ സ്വാതന്ത്ര്യമുണ്ട്, എതിർക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, മറ്റുള്ളവരുടെ കൂട്ടത്തിൽ പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, പ്രവർത്തിക്കാതിരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, അവരോട് യോജിച്ച് നിൽക്കാനോ അല്ലെങ്കിൽ വിട്ടുപോകാനോ എല്ലാത്തിനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ എനിക്ക് ആഗ്രഹം തോന്നിയിട്ടുള്ളത്, നമ്മളുടെ കൂട്ടത്തിൽ പ്രവർത്തിക്കുന്ന ചിലരും കഴിഞ്ഞ 8-10 കൊല്ലമായിട്ട് ദുബായിൽ പ്രവർത്തിക്കുന്ന ഒരാള്, ഒമാനിൽ പ്രവർത്തിക്കുന്ന 2-3 പേര്, കുവൈറ്റിൽ പ്രവർത്തിച്ച ഒരാള്, അവരെല്ലാം ശരിക്കും പത്മശ്രീ കൊടുക്കേണ്ട അല്ലെങ്കിൽ ഭാരതരത്ന കൊടുക്കേണ്ട ലെവലില് നമ്മുടെ പൈതൃകത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചവരാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന് വേണ്ടി മാത്രം പ്രവർത്തിച്ചവരല്ല, അവർ ഭാരതീയമായിട്ടുള്ള എല്ലാത്തിനും പ്രവർത്തിച്ചവരാണ്. കൂടുതൽ സമയം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടി പ്രവർത്തിച്ചവരാണ്. ജീവൻ മരണ കാര്യങ്ങളിൽ കൂടി ഇൻവോൾവ് ചെയ്തിട്ട് പ്രവർത്തിച്ചവരാണ്. പലപ്പോഴും നമ്മുടെ പൈതൃകം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ ഏത് എക്സ്റ്റെൻഡ് വരെ പോയിട്ടുണ്ടെന്ന് തോന്നി കഴിഞ്ഞാൽ അത്ഭുതം തോന്നുന്ന വിധത്തിൽ പല വിദേശ രാജ്യങ്ങളിലെയും നിയമങ്ങൾ പോലും മറച്ചു വെച്ചിട്ട് പ്രവർത്തിച്ച ധീരദേശാഭിമാനികളെന്ന് പറയാം. ഒരു സുപ്രഭാതത്തിൽ അവർക്ക് എന്തോ ധാരണയോ തെറ്റിദ്ധാരണയോ ഉണ്ടായിട്ട് അവര് പെട്ടെന്ന് അത് വിട്ടുപോകുന്നു. പിന്നെ ഒന്നും കേൾക്കാറില്ല, വിളിച്ചാൽ പോലും ഫോൺ എടുക്കാറില്ല. അതിനവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. കാരണം നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കാനും പ്രവർത്തിക്കാതിരിക്കാനും കുറച്ചു കാലം പ്രവർത്തിക്കാനും പിന്നെ ഒന്നും പറയാതെ അത് വിട്ടുപോകാനും എല്ലാം സ്വാതന്ത്ര്യമുണ്ട്. അതിലൊന്നും ഒരു സംശയവും ഇല്ല. പക്ഷേ ഞാനിവിടെ പറയാൻ ആഗ്രഹിച്ചത്, നിങ്ങളിൽ ആരായാലും അല്ലെങ്കിൽ നമ്മളിൽ ആരായാലും ഏതെങ്കിലും ഒരു വ്യക്തിയോടോ സംഘടനയോടോ ഒരു കുടുംബത്തോടോ ഒരു പ്രസ്ഥാനത്തോടോ ദേഷ്യം തോന്നിയെന്ന് വിചാരിക്കുക. അങ്ങനെ ദേഷ്യം തോന്നുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് ആ ദേഷ്യം തോന്നിയത്? എന്തുകൊണ്ടാണ് ഞാൻ ഇനി മുതൽക്ക് പ്രവർത്തിക്കാൻ വരാത്തത്? എന്തുകൊണ്ടാണ് എനിക്ക് ഈ പ്രസ്ഥാനത്തോടോ സംഘടനയോടോ വ്യക്തിയോടോ എതിർപ്പുള്ളത്? അത് പരോക്ഷമായിട്ടാണെങ്കിലും അറിയിച്ചതിന് ശേഷമേ നിങ്ങൾ അത് വിട്ടുപോകാവൂ. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കിപ്പോഴും അത്ഭുതം തോന്നാറുണ്ട്. ചില വ്യക്തികൾ
ഫോൺ എടുത്താൽ പോലും നമ്മൾ ഫോൺ വിളിച്ചാൽ പോലും എടുക്കാറില്ല. എന്തുകൊണ്ടാണ് ഇവരത് ചെയ്യാത്തത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇവർക്ക് ദേഷ്യമുള്ളത്? എന്തുകൊണ്ടാണ് അവർ പ്രവർത്തിക്കാത്തത്? ഇങ്ങനെ ഒരു കാര്യത്തിന് ലോകത്തിൽ ഒരാളും ഉത്തരം പറയണില്ല. പ്രവർത്തിക്കാതിരിക്കാൻ സ്വാതന്ത്ര്യമുള്ളപ്പോഴും പ്രവർത്തിക്കാതിരിക്കാൻ വല്ല കാരണമുണ്ടോ എന്ന് അന്വേഷിക്കൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. ആ കാരണമുണ്ടെങ്കിൽ അത് പരിഹരിക്കാനാണെങ്കിൽ പരിഹരിക്കാം. അവര് നമ്മുടെ കൂട്ടത്തിൽ പ്രവർത്തിക്കാനില്ല എന്നുള്ളത് കൊണ്ട് ടെൻഷനൊന്നുമില്ല. ഉള്ളിടത്തോളം കാലം നന്നായിട്ട് പ്രവർത്തിച്ചു. പ്രവർത്തനം തുടങ്ങാനും അഗാധമായിട്ട് പ്രവർത്തിക്കാനും പിന്നീട് പ്രവർത്തിക്കാതിരിക്കാനുമുള്ള അവരുടെ സ്വാതന്ത്ര്യം അവർ ഉപയോഗിക്കുന്നു. പക്ഷെ എന്തുകൊണ്ടാണ്? എന്തെങ്കിലും കാരണമുണ്ടോ? കാരണമില്ലെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. ഞാൻ വളരെ സ്പെസിഫിക്കലി നിങ്ങളോട് എല്ലാവരോടും പറയുന്നു, എനിക്ക് എൻ്റെ മകനോട് ദേഷ്യമുണ്ടെങ്കിൽ ഞാൻ മകനോട് പറയണം, സാധിക്കുമെങ്കിൽ പരോക്ഷമായിട്ടെങ്കിലും പറയണം, നിന്റെ ഇന്ന ഇന്ന പെരുമാറ്റങ്ങൾ കൊണ്ടാണ് എനിക്ക് നിന്നോട് അത്രയും താല്പര്യമില്ലാത്തതും ദേഷ്യമുള്ളതും എന്നൊന്ന് പറഞ്ഞാൽ എൻ്റെ മകനെ കറക്റ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ കറക്റ്റ് ചെയ്യാലോ. അതേപോലെ വേറെ ആരോടെങ്കിലും, എൻ്റെ അയൽവക്കത്തുകാരോട് എനിക്ക് എൻ്റെ വീട്ടുകാർക്ക് ദേഷ്യമുണ്ടെങ്കിൽ പരോക്ഷമായിട്ടാണെങ്കിലും അവരെ അറിയിക്കണം. അല്ലെങ്കിൽ അവർക്ക് അറിഞ്ഞൂടാ. ജീവിതത്തിൽ ആഴ്ചകളോളം, മാസങ്ങളോളം, വർഷങ്ങളോളം, ദശാബ്ദങ്ങളോളം പ്രവർത്തിച്ചൊരു വ്യക്തി ഒരു സുപ്രഭാതത്തിൽ പ്രവർത്തിക്കാതെ ആവുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാരണങ്ങളുണ്ടെങ്കിൽ ആ കാരണങ്ങൾ ഇല്ലാതെയാക്കി കാര്യത്തിലേക്ക് വരാൻ, അല്ലെങ്കിൽ ആ കാരണം വളരെ സിവിയർ ആണെങ്കിൽ മാപ്പ് പറയാൻ, അല്ലെങ്കിൽ തെറ്റ് തിരുത്താൻ, ഇതിനൊക്കെ അവസരം കിട്ടണമെങ്കിൽ തെറ്റെന്താണെന്ന് അറിയണ്ടേ? ഈ ദേശവിദേശ യാത്രകളിൽ ഞാൻ ഏറ്റവും അധികം കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ്, പല 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 സംഘടനകളിലും അഗാധമായിട്ട് പ്രവർത്തിച്ചിരുന്നവർ ഒരു സുപ്രഭാതത്തിൽ ഒന്നും പറയാതെ എന്തോ ചെറിയ കാരണങ്ങൾ മനസ്സിനകത്ത് വെച്ച് മാറി നിൽക്കുകയോ എതിർത്ത് പ്രവർത്തിക്കുകയോ അതിൻ്റെ ശത്രുവായി മാറുകയോ എല്ലാം ചെയ്യുന്ന കാഴ്ചകളും വാർത്തകളും കേൾക്കുന്നത്. ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾക്കാരോട്, നിങ്ങൾ ഇത് ഗോപാലകൃഷ്ണൻ തൊഴുകയോടെ പറയുകയാണ്, നിങ്ങൾക്ക് ആരോട് ദേഷ്യമുണ്ടെങ്കിലും എതിർപ്പുണ്ടെങ്കിലും ഒരു സംഘടനയോടോ കുടുംബത്തോടോ വ്യക്തിയോടോ പ്രസ്ഥാനത്തോടോ ഏതിനോട് നിങ്ങൾക്ക് എതിർപ്പുണ്ടെങ്കിലും യോജിക്കാൻ പറ്റാത്തതുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻസൾട്ടിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന വിധത്തിലുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് ചങ്കൂറ്റത്തോടുകൂടി, ആണുങ്ങളെ പോലെ പെണ്ണുങ്ങളെ പോലെ, ചങ്കൂറ്റമുള്ള സ്ത്രീ പുരുഷന്മാരെ പോലെ അതൊന്ന് ചിരിച്ചുകൊണ്ട് അവരെ അറിയിച്ച്, നിങ്ങളുടെ പെരുമാറ്റം ഇന്ന രീതിയിലുള്ള പെരുമാറ്റം എനിക്ക് വളരെ വേദനാജനകമായിരുന്നു, ഇനി ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ വരില്ല, ഞാൻ ഇനി ഇതിൽ പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞു വിചാരിക്കുക. നമുക്ക് മാപ്പ് പറയണമെങ്കിൽ മാപ്പ് പറയാം. അങ്ങനെ ഞാൻ ഇന്നലെ ദുബായിലും വിശാഖപട്ടണത്തും ഒക്കെ പോകുമ്പോൾ എനിക്ക് കേൾക്കാൻ സാധിച്ചത്, അവിടെ നിന്ന് മാത്രമല്ല കഴിഞ്ഞ 2-3 കൊല്ലമായിട്ട് ഞാൻ കേൾക്കുന്ന കാര്യങ്ങളാണ്. വളരെ ഡീപ്പ് ഡിവോട്ടഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന പലരും ഒറ്റ ചെറിയ കാരണത്താലോ കാരണം എന്താണെന്ന് പറയാത്ത ഈവൻ എക്സ്ട്രാപ്പുലേറ്റ് ചെയ്ത് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത ലെവലിൽ അവരെല്ലാവരും, അവരിൽ കുറേ പേർ പെരുമാറുമ്പോൾ മറ്റുള്ളവർക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഇയാൾ എന്താ വരാത്തത്, എന്താ ഇയാൾക്ക് ദേഷ്യം, എന്താണ് ഇയാൾക്ക് എതിർപ്പ് എന്നറിയുന്നില്ല. ഞാൻ സംക്ഷിപ്തമായിട്ട് പറയാം, നമുക്ക് എല്ലാവർക്കും എന്തിനും സ്വാതന്ത്ര്യമുണ്ട്, ഏതിനും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ആ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ ഏതെങ്കിലും പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നു എങ്കിൽ, പ്രവർത്തിക്കുന്നവരുടെ കൂട്ടത്തിൽ നിൽക്കുന്നു എങ്കിൽ, പ്രവർത്തനത്തിൽ പങ്കുചേരുന്നു എങ്കിൽ എല്ലാവർക്കും സന്തോഷമാണ്. അങ്ങനെ പങ്കുചേർന്ന് കുറേ പ്രവർത്തിച്ചവര് ഒരു സുപ്രഭാതത്തില് വ്യക്തിയോടുള്ള ബന്ധമോ കുടുംബത്തോടുള്ള ബന്ധമോ സംഘടനയോടുള്ള ബന്ധമോ പ്രസ്ഥാനത്തോടുള്ള ബന്ധമോ സ്ഥാപനത്തോടുള്ള ബന്ധമോ മുറിച്ചു കളയുമ്പോൾ അതിനുള്ള കാരണം പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ 1, 2, 3, 4 വരികളിലൂടെ, നേരിട്ടോ ടെലിഫോണിലൂടെയോ സുഹൃത്തുക്കൾ വഴിയോ അത് അറിയിക്കാനുള്ള ഒരു മനസ്സുകൂടി ഉണ്ടാക്കിയാൽ അത്രയും കാലം കൂടെ നിന്ന് പ്രവർത്തിച്ച ആ വ്യക്തിയുടെ ബന്ധം പുനഃസ്ഥാപിക്കാനോ അല്ലെങ്കിൽ ബന്ധം തിന്മയിൽ നിന്ന് നന്മയിലേക്ക് കൊണ്ടുപോകാനോ അതൊരു അവസരം നൽകുമെന്ന് എനിക്ക് തോന്നിയത് ഞാൻ നിങ്ങളോട് പറയുന്നു. പ്രണാമം, നമസ്കാരം.